നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം. ഒരിക്കൽ കൂടി എൽ ക്ലാസിക്കോ. ഈ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം പലപ്പോഴും ബാഴ്സ കോച്ചുമാർക്ക് പണി കൊടുത്തിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ തവണത്തെ തോൽവി ചാവിക്ക് പണിയായി. പിന്നീട് അങ്ങോട്ട് അത്ര നല്ല രൂപത്തിലായിരുന്നില്ല അദ്ദേഹം ബാഴ്സയിൽ. ഓർമ്മയുണ്ടോ എണസ്റ്റോ വാൽവർദെ എങ്ങനെയാണ് എപ്പോഴാണ് പുറത്തായതെന്ന്? ഇതുപോലെ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിലെ വീഴ്ചയ്ക്ക് ശേഷം സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അത് ബാഴ്സയ്ക്ക് തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു. ഹാൻസി ഫ്ലിക്ക് നല്ല രൂപത്തിൽ തുടങ്ങി, ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ലെങ്കിലും ഈ സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ അദ്ദേഹത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിച്ചേക്കാം. കിരീടമങ്ങ് കൊണ്ടുപോയാലോ അത് വലിയ രൂപത്തിൽ സപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. അതേസമയം മറുഭാഗത്ത് ആഞ്ചലോട്ടി വളരെ കാം ആൻഡ് കളക്റ്റഡാണ്. ഒരിക്കൽ കൂടി എൽ ക്ലാസിക്കോ വരുന്നു. അതിൽ അദ്ദേഹം വളരെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ വിജയിച്ചു സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ, പക്ഷെ അതിനുശേഷം എൽ ക്ലാസിക്കോ തോറ്റിട്ടുണ്ട്, അപ്പോൾ എന്തും സംഭവിക്കാം എന്ന് ആഞ്ചലോട്ടി പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ എൽ ക്ലാസിക്കോയുടെ ആവേശത്തിലേക്ക്. മത്സരം നടക്കുന്നത് 12-ാം തീയതി, അതായത് ഞായറാഴ്ച, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ. ഞായറാഴ്ച രാത്രി അവിടുത്തെ സമയം 10 മണിക്കാണ് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാടുള്ള നഗരമാണ് ജിദ്ദ. ആരൊക്കെ ഈ കളി കാണാൻ പോകും എന്നതറിയില്ല. അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ഞായറാഴ്ച രാത്രി ജിദ്ദയിലെ സമയം 10 മണിക്കാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യയിലെ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 ആ പോരാട്ടം. സൂപ്പർ കോപ്പ ഡി എസ്പാന ഇപ്പോഴത്തെ ഫോമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം, മത്സരങ്ങൾ നടക്കുന്ന സൗദിയിലാണെന്ന് അറിയാമല്ലോ, മാറ്റിയതിന് ശേഷം ഫൈനൽ മത്സരങ്ങൾ നോക്കുക. 2020 റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലായിരുന്നു. 2021 അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും FC ബാഴ്സലോണയും തമ്മിലായിരുന്നു ഫൈനൽ. 2022 പിന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ പോരാട്ടം. 2023 റയൽ മാഡ്രിഡ് FC ബാഴ്സലോണ. 2024 റയൽ മാഡ്രിഡ് FC ബാഴ്സലോണ. വീണ്ടും 2025 റയൽ മാഡ്രിഡ് FC ബാഴ്സലോണ. തുടർച്ചയായുള്ള എൽ ക്ലാസിക്കോ ഫൈനലുകളാണ്. മൂന്നാമത്തെ എൽ ക്ലാസിക്കോ ഫൈനൽ. ഏറ്റവും ഒടുവിലത്തെ എൽ ക്ലാസിക്കോ ഫൈനൽ റിസൾട്ട് 4-1 കാര്യം ഓർക്കുക. വിനി ജൂനിയർ FC ബാഴ്സലോണയുടെ വലയിലേക്ക് ഹാട്രിക് അടിച്ചു കയറ്റിയ ഒരു മത്സരമായിരുന്നു അത്. റോഡ്രിഗോയാണ് റയലിൻ്റെ ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയത്. ലെവൻഡോസ്കി ആയിരുന്നു ബാഴ്സക്കായിട്ട് ഗോൾ അടിച്ചത്. എന്തായാലും ആ തോൽവിക്കൊരു പ്രതികാരം ഈ തവണ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിൽ സൗദി അറേബ്യയിൽ തന്നെ ബാഴ്സ വീട്ടുമോ, അതല്ല റയൽ ഒരിക്കൽ കൂടി ആധിപത്യം പുലർത്തുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.